6 വയസ്സുകാരനെന്നോ 60കാരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പേര് വരുമ്പോൾ പ്രശസ്തി ഉള്ളവനെന്നോ അതൊന്നും ഇല്ലാത്തവനെന്നോ വ്യത്യാസമോ വേർതിരിവോ ഇല്ലാതെ ഒപ്പമുള്ളവരിൽ നിന്ന്, അവരുടെ സന്തോഷങ്ങളിൽ നിന്ന്, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന്, ആഘോഷങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്ന് ഒറ്റയ്ക്കായി, തികച്ചും ഒറ്റയ്ക്കായി തങ്ങളുടേത് മാത്രമായൊരു ലോകത്തിലേക്ക്, ഏകാന്തതയിലേക്ക്, ഒറ്റപ്പെടലിലേക്ക്, അതെ അടച്ചിട്ട മുറിക്കകങ്ങളിലേക്ക് ഒതുക്കപ്പെട്ട് പലരുടെയും ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ മെല്ലെ മരണത്തിലേക്ക്, ആത്മഹത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ മരണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. ആ അവസ്ഥയ്ക്കൊരു ഓമനപ്പേര് ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്: ഡിപ്രഷൻ. ഇതൊരു രോഗമല്ല, ഒരവസ്ഥയാണ്. ആ ഡിപ്രഷന് പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റും ആ സ്പിരിറ്റിൽ നിന്നുള്ള വിടുതലും, ഇതേക്കുറിച്ചാണ് ഇന്ന് ദൈവകൃപയാൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നു. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ ഈ അവസ്ഥ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പരാജിതൻ്റെ അവസ്ഥയാണ്. എല്ലാവരും ഉപേക്ഷിച്ചവൻ്റെ, ഒഴിവാക്കിയവൻ്റെ അവസ്ഥയാണ്. നല്ലതൊന്നും കാണുവാനോ അറിയുവാനോ പ്രതീക്ഷിക്കുവാനോ ഇല്ലാത്തവൻ്റെ അവസ്ഥയാണ്, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. വിജയത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ തേരോടുന്നവനും ഈ അവസ്ഥയിലായി തീരാറുണ്ട്. എല്ലാം നല്ല നിലയിലെന്ന് മറ്റുള്ളവർ അസൂയയോടെ നോക്കുമ്പോഴും ഈ അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. ഡിപ്രഷനിൽ, ഏകാന്തതയിൽ, മറ്റുള്ളവർക്കൊപ്പം തങ്ങളുടെ ഹൃദയവികാരങ്ങളെ പങ്കുവയ്ക്കുവാൻ കഴിയാതെ ഒറ്റയ്ക്കായി പതുക്കെ പതുക്കെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പ്രശസ്തനായ ക്യാപ്റ്റൻ MS ധോണിയുടെ ബയോപിക് ജീവചരിത്രത്തിൽ അഭിനയിച്ച ഒരു ബോളിവുഡ് നടൻ പെട്ടെന്ന് സെലിബ്രിറ്റിയായി മാറി. ഇന്ത്യ മൊത്തം ആരാധകരെ സൃഷ്ടിച്ച നടൻ പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ആത്മഹത്യ ചെയ്തു. കാരണം ഡിപ്രഷൻ. ഇന്ത്യ മുഴുവനും ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള കോഫി ഡേ എന്ന ബ്രാൻഡിൻ്റെ സ്ഥാപകൻ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നു ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമ്മൾ പറയും, അയ്യോ, കടം കയറിയിട്ടല്ലേ ആ മനുഷ്യനത് ചെയ്തത്. എന്നാൽ നോക്കൂ, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ബിസിനസ്സിനെ ഏറ്റവും ഹൈറ്റിലെത്തിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം മരണത്തിലേക്ക് പടിയിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ബാധ്യതകളിൽ നിന്നെല്ലാം അവർ പുറത്തു വന്നു. എന്ന് വെച്ചാൽ ആ ബാധ്യതകളൊന്നും ബാധ്യതകളല്ലാതിരുന്നു. പക്ഷേ ബാധ്യതയെന്ന് ചിന്തിച്ച് അദ്ദേഹം മരണത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒറ്റപ്പെടുന്നത് കൊണ്ടോ പരാജയപ്പെടുന്നത് കൊണ്ടോ ഇനി നല്ലതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്നൊരവസ്ഥയല്ല ഡിപ്രഷൻ. മറിച്ച് ഏത് മനുഷ്യനെയും ബാധിക്കുന്ന ഒരു സ്പിരിറ്റും അതേ തുടർന്നുണ്ടാകുന്നതുമാണ് ഡിപ്രഷൻ. ഒറ്റയ്ക്കായിത്തീരുന്ന, അതെ മാതാവേ, നിൻ്റെ മകനെക്കുറിച്ച് തന്നെ. ആമേൻ. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, എന്തിനാ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇനി മരിച്ചാൽ മാത്രം മതി, എനിക്കിനി ജീവിക്കേണ്ട, എല്ലാം തീർന്നു എന്ന് പറയുന്നേ, ഇല്ലേ? ഒരു പരീക്ഷ തോറ്റത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ വിചാരിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, വിചാരിച്ചതുപോലെ ചിലത് അവന് പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലേ മാതാവേ? നിൻ്റെ മകൾ അവൾ ആഗ്രഹിച്ചതുപോലെ ചിലത് നടക്കാത്തത് കൊണ്ട് മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുന്നില്ല. പുറത്തുള്ള സന്തോഷങ്ങൾ വേണ്ട, കൂട്ടുകാർ വേണ്ട, വേണ്ടപ്പെട്ടവർ വേണ്ട, വീട്ടുകാർ വേണ്ട, ഒറ്റയ്ക്ക് ഭയമാണ്. നഷ്ടപ്പെട്ടു പോകുമോ ആ ഡിപ്രഷനെ തുടർന്ന്, അല്ലേ? വല്ലാത്ത ഭയമാണ്. നിനക്കറിയാം, ഇതിൽ നിന്നൊക്കെ ഈസിയായിട്ട് അവൾക്ക് പുറത്തു വരുവാൻ കഴിയും. ഞങ്ങൾ കൂടെ ഇല്ലേ, പക്ഷേ അതവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാം പോയി, എൻ്റെ ഭർത്താവ് ഇനിയില്ല. പക്ഷേ പുറത്ത് നിൽക്കുന്ന ഒരാളിന് പറയുവാൻ കഴിയും, നിശ്ചയമായിട്ടും നിനക്കൊരു തിരിച്ചു വരവുണ്ട്. ഇതിലും വലിയ പ്രതിസന്ധിയിലായിപ്പോയവർ പുറത്തുണ്ട്, ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ നിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചതായി നീ ചിന്തിച്ച് ഇനി മരണം മാത്രം, എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ ജീവിതത്തിൽ ഇനി നല്ലതൊന്നുമില്ല, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടു പോയി. സഹോദരി, അതാ ചിന്ത. ഇനി മരിച്ചാൽ മാത്രം മതി. കേൾക്ക്, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. എല്ലാം തീർന്നു പാസ്റ്റർ, എൻ്റെ ജോലി പോയി, ഞാൻ ഇത്ര കാലം പ്രതീക്ഷ വെച്ചത് ഈ ജോലിയിലാണ്, ഈ ജോലി പോയി, യുദ്ധം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ ഈ ജോലി പോയി. അയ്യോ, നിനക്ക് മാത്രമല്ല യുദ്ധം, നിനക്ക് മാത്രമല്ല തൊഴിലില്ലായ്മയുടെ അവസ്ഥ, നിനക്ക് മാത്രമല്ല പെട്ടെന്നുള്ള നഷ്ടമുഖാന്തരമുള്ള പ്രതിസന്ധികൾ. പക്ഷേ നിന്നോടൊരാൾ പറഞ്ഞു, നീ ഇനി രക്ഷപ്പെടത്തില്ല, നിൻ്റെ ഈ പ്രതിസന്ധി തീരത്തില്ല. ആ ആളിൻ്റെ പേരാണ് പിശാച്, അഥവാ ആ ഡിപ്രഷന് പിന്നിലെ സ്പിരിറ്റ്. അപ്പോൾ നോക്കൂ, ഇത്
ഒരു അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ആ ബാഡ് സ്പിരിറ്റാണെന്ന് ഞാൻ പറയുവാനുള്ള കാരണത്തിലേക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നിങ്ങളെ അല്പമായി മുൻപോട്ട് നടത്തുന്നു. കൂടെ വന്നാട്ടെ. ഇതിൽ നിന്നൊരു വിടുതലുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ്. ഇത് പറയുന്ന വ്യക്തിയുടെ പേര് ഏലിയാവെന്നാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം മുതൽ ഏലിയാവെന്ന ശക്തനായ പ്രശസ്തനായ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തന്മാരിൽ ഒരുവനായ പ്രവാചകൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കും, ആ മനുഷ്യൻ അങ്ങനെ മരണത്തിന് വേണ്ടി നിലവിളിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം പരാജിതനായിരിക്കാം ആ മനുഷ്യൻ, അത്രമാത്രം അവൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവനായിരിക്കാം. എന്നാൽ അങ്ങനെയാണോ? ഒത്തിരി ഒന്നും ദൂരേക്ക് പോകേണ്ട, 2 അധ്യായങ്ങൾ പിന്നിലേക്കൊന്ന് പോയാൽ 17-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പിന്നെയും ഞാൻ ക്ഷണിക്കുന്നു. ആ മനുഷ്യൻ എவ்விധത്തിലുള്ള മനുഷ്യനാണ്? ഒന്ന്, രാജാവിന് മുമ്പിൽ നിന്ന് പോലും, ആഹാബ് എന്ന ആ സമയത്തെ രാജാവിന് മുൻപിൽ നിന്ന് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ ആലോചന വിളിച്ചറിയിക്കുവാൻ കഴിയുന്ന ധൈര്യവാനാണ് ആ മനുഷ്യൻ. അപ്പോൾ അല്ലെങ്കിൽ ഭീരുത്വമുള്ളവൻ, പേടിയുള്ളവൻ, എല്ലാത്തിനെയും പേടിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരവസ്ഥയല്ല ഡിപ്രഷൻ. ഏത് ധൈര്യവാനെയും ഡിപ്രഷൻ പിടികൂടാം, അല്ലെങ്കിൽ ഡിപ്രഷന് പിന്നിലെ സ്പിരിറ്റ് പിടികൂടാം. തീർന്നില്ല. ഏലിയാവായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ക്ഷാമകാലത്ത് കാക്കയിലൂടെ ആഹാരം നൽകുന്നു, തോട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു, രാജാവിൻ്റെ കണ്ണിൽപ്പെടാതെ ദൈവം സംരക്ഷിക്കുന്നു. തീർന്നില്ല. ഏലിയാവ് കടന്നു പോകുന്ന സ്ഥാനത്ത് മാവ് തീരാത്ത കലവും എണ്ണ പറ്റാത്ത തുരുത്തിയും ദൈവം ഒരുക്കി നൽകുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, കാണുന്നവനാണ് ഏലിയാവ്. എത്ര മഹത്തരമായ അനുഭവം! തുടർന്ന് താനായിരിക്കുന്ന ഭവനത്തിൽ മരണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വിധവയായ സ്ത്രീയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ അഥവാ ജീവിപ്പിച്ചവനാണ് ഏലിയാവ്. വലിയ ശുശ്രൂഷകനാണ്. തീർന്നില്ല. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ കർമ്മേലിന് മുകളിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവനാണ് ഏലിയാവ്. ബാൽ എന്ന ദൈവത്തോട് അവൻ്റെ പ്രവാചകന്മാരോട് മത്സരിച്ചുകൊണ്ട്. തീർന്നില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിന് വേണ്ടി അശ്വേര വിഗ്രഹങ്ങളിൽ പൂജ കഴിക്കുന്ന 400 ബാലിൻ്റെ പുരോഹിതന്മാരായ പ്രവാചകന്മാരായ 450, അങ്ങനെ 850 ആഭിചാരകന്മാരെ, ക്ഷുദ്രപ്രയോഗകന്മാരെ, നേർച്ച കാഴ്ചകൾ ചെയ്യുന്ന, ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പിശാചിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികൾ നിർമൂലനാശം വരുത്തിയവനാണ് ഏലിയാവ്. ഇതുപോലെ സക്സസ്ഫുള്ളായ ഒരു കാരിയറുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മനുഷ്യനെ എവിടെ കാണുവാൻ കഴിയും? ഇത്രത്തോളം വിജയത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന മനുഷ്യൻ നിലവിളിക്കുകയാണ്, എനിക്ക് മരണം മതി, എനിക്ക് മരണം മാത്രം മതി, ഇനി എനിക്ക് ജീവിക്കേണ്ട. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ ഡിപ്രഷൻ പരാജയത്തെ തുടർന്ന് വരുന്നതല്ല, ആരുമില്ലാത്തവർക്ക് വരുന്ന അവസ്ഥയല്ല, ഇനി നല്ലതൊന്നും ജീവിതത്തിൽ ഇല്ല എന്ന് അങ്ങനെ ആയിരിക്കുന്ന ആൾക്ക് വരുന്ന അവസ്ഥയല്ല. ഇതേത് മനുഷ്യനെയും, പിശാചിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ഏത് മനുഷ്യനെയും തേടിയെത്തുവാനായിട്ട് കഴിയും. എല്ലാം അവസാനിച്ചത് കൊണ്ടല്ല, പിശാചിനാൽ ബാധിക്കപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ആ ഡിപ്രഷനിലേക്ക് വീണു പോകുന്നത്. ഇനി ജീവിക്കണ്ട, ഇനി മരിച്ചാൽ മതി. ഒന്നും തീർന്നു പോയിട്ടില്ല, ഒന്നും അവസാനിച്ചു പോയിട്ടില്ല. നോക്കൂ, ഒരു ഭക്തനായി എനിക്ക് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും, സകലതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ പേര് യോബ് എന്നാണ്. 42 അധ്യായങ്ങളിൽ മനോഹരമായി ജീവൻ തുടിക്കുന്നൊരു സാക്ഷ്യം. സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, കൂട്ടുകാർ തന്നെ തള്ളിപ്പറഞ്ഞു, വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു, കടലിലെ സമ്പത്ത് പോയി, ആടുമാടുകളും തൊഴുത്തിലെ സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. എന്തിന്? തൻ്റെ ശരീരം പോലും വ്രണം വന്ന്, അല്ലെങ്കിൽ പഴുത്ത് നാറി ഉരച്ച് കളയേണ്ട അവസ്ഥയിൽ താൻ എത്തിച്ചേർന്നു. ആ മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു, ആ മനുഷ്യനെ ദൈവം സന്ദർശിച്ചു, തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകി അവനെ മാനിച്ചു. ഒരു ഭക്തന് പ്രത്യാശയുണ്ട്, ഒന്നും അവസാനിച്ചു പോകുന്നില്ല. അതേ സഹോദരി,
സഹോദര കേൾക്ക്, ഇനി മരണം മാത്രം, ഇനി നല്ലതൊന്നുമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പ്രിയ മക്കളെ കേൾക്ക്, പരീക്ഷ തുടരെ തോറ്റു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്തത് കൊണ്ട്, ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ കഴിയാത്തത് കൊണ്ട്, നോ, ഒന്നും അവസാനിച്ചിട്ടില്ല. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല. പൊടിയായാലും ആ പൊടിയിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയുള്ള ഒരു ദൈവം എനിക്കും നിനക്കുമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ഒന്നും അവസാനിച്ചു പോയിട്ടില്ല പ്രിയ സഹോദരി, ഒന്നും അവസാനിച്ചു പോയിട്ടില്ല. നിനക്ക് ദൈവം തന്ന ഭർത്താവ് നഷ്ടപ്പെട്ടു പോകത്തില്ല. സഹോദര, നിനക്ക് ദൈവം തന്ന ഭാര്യ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. താങ്ക് യു ലോർഡ്. ലോക വഴികളിൽ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ രോഗം, സ്തോത്രം, അത് മുഖാന്തരം നീ അവസാനിച്ചു പോകത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ലോകം മുഴുവനും പറഞ്ഞാലും, ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയാലും, സർട്ടിഫൈ ചെയ്താലും, നിനക്കത് മനസ്സിലായാലും, ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിശ്വാസം ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായും ആ ദൈവം നിന്നെ സന്ദർശിക്കും. ആ മുറിക്കകത്ത് നിന്ന് നീ പുറത്തു വരും. ആ രോഗത്തിൽ നീ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് ദൈവം നിന്നെ സന്ദർശിക്കും. അതും അവസാനിച്ചു പോയിട്ടില്ല. നോക്കൂ, അപ്പോൾ ഇതൊരവസ്ഥയാണ് പിശാച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എല്ലാം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ മരണത്തിലേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമില്ല. നീ ഭക്തനാണ്. ഒന്നും തീർന്നില്ല. കണക്ക് തീർക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി. നിന്നെ തകർത്ത് മുടിച്ച, നിന്നെ നശിപ്പിച്ച പിശാചിനോട് കണക്ക് തീർക്കുവാൻ വരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഒന്നും നഷ്ടപ്പെട്ട് പോയിട്ടില്ല. ഇനി നോക്കൂ, ഇവിടെ എങ്ങനെ ആ സ്പിരിറ്റിൽ നിന്ന് നിങ്ങളെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, ഒറ്റയ്ക്കാക്കി തീർക്കുന്ന ആ ഡിപ്രഷനിൽ നിന്ന് നിങ്ങളുടെ തലമുറകളെ, എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു സ്പിരിറ്റിനാൽ ഒരു മനുഷ്യൻ ബാധിക്കപ്പെട്ടാൽ അവൻ എന്തൊക്കെ പറഞ്ഞാലും അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. നോക്കൂ, അപ്പോൾ എങ്ങനെ ഈ സ്പിരിറ്റിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ പരാജയപ്പെട്ടവനെ മാത്രമല്ല, ജയിച്ചവനെയും ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് അതിന് പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് കൊണ്ടു ചെന്നെത്തിക്കും. അതെങ്ങനെയാണ്? 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകമാണ്, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികം ചെയ്യട്ടെ എന്ന് പറയിച്ചു. 3-ന്റെ തുടക്കം, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി ഭയപ്പെടുത്തി. നോക്കൂ, ഈ ഏലിയാവിൻ്റെ 850 പ്രവാചകന്മാർ കഴിഞ്ഞ ദിവസം അവന് മുമ്പിൽ പരാജയപ്പെട്ടവരാണ്. അവൻ്റെ മുമ്പിൽ ചരിത്രമായി മാറിയവരാണ്. അവനെപ്പോലും ഇസബേലിയ ശക്തി സ്പിരിറ്റ് പരാജയപ്പെടുത്തി. നീ ജയിക്കുമെന്ന് നിനക്കുറപ്പുണ്ട്, പക്ഷേ നിന്നെ ഭയപ്പെടുത്തി ഒതുക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഭയമാണ് പിശാചിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഭയപ്പെടേണ്ട. ആമേൻ. യോബിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നീ ആയിരിക്കുന്ന സ്ഥാനത്തും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ഈ അവസ്ഥയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ പദ്ധതി, ഈ സ്പിരിറ്റ് ഭയപ്പെടുത്തി നിങ്ങളെ അവൻ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് പരാജയപ്പെട്ടവനെ മാത്രമല്ല, വിജയിച്ച് നിൽക്കുന്നവനെയും. നല്ല ജോലിയുണ്ട്, നല്ല പഠിച്ചു, നല്ല ജോലി കിട്ടി, നല്ല ഫാമിലിയുണ്ട്, പക്ഷേ ഡിപ്രഷൻ. എല്ലാം ഉണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, ഗ്ലാമറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഡിപ്രഷൻ. നല്ല ശുശ്രൂഷയാണ്, പക്ഷേ ഡിപ്രഷൻ. ആമേൻ. ഒത്തിരി പേരെ ഞങ്ങൾ കാണുന്നതാണ്, അറിയുന്നതാണ്. അയ്യോ, ഡിപ്രഷൻ ഇതൊരു വലിയ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നിലൊരു സ്പിരിറ്റാണ്. അതുകൊണ്ട് മരുന്ന് കുടിച്ചിട്ടോ ഗുളിക വിഴുങ്ങിയിട്ടോ ഒന്നും കാര്യമില്ല. വെറുതെ ഗുളിക വിഴുങ്ങി ജീവിതം കളയാമെന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോന്നിനും ഓരോരുത്തരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഈ സ്പിരിറ്റിനോട് യുദ്ധം ചെയ്യുന്നത് ചുമ്മാ നിങ്ങളൊരു പ്രസംഗം കേൾക്കുന്നത് പോലെ, ചുമ്മാ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് കൈയടിക്കുന്നത് പോലെ അല്ല. നോക്കൂ, ഇവിടെ ആ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കട്ടെ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്യുവാൻ ഏൽപ്പിക്കുകയാണ്. ഒരുവന് മേൽ അഭിഷേക തൈലം വീഴ്ത്തുകയാണ്. യേഹു എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. യേഹു ഒരു പ്രവാചകനല്ല, ഒരു പുരോഹിതനല്ല, ഒരു ശുശ്രൂഷകനല്ല. ആ സമയത്ത് രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവായി മാറുവാൻ പോകുന്നവനാണ്. ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ യേഹുവിലൂടെ ആ ഇസബേലിയ മണ്ഡലം, അല്ലെങ്കിൽ ഇസബേൽ എന്ന സ്പിരിറ്റ് ഭയപ്പെടുത്തി ജയിച്ചു നിന്ന ഏലിയാവിനെ മരണത്തിനായി നിലവിളിപ്പിച്ച ആ സ്പിരിറ്റ് തകർക്കപ്പെടുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ യേഹുവിന് മുൻപിൽ
ആ ഇസബേലിയ മണ്ഡലം തകർന്നു. അവൾ നിന്നിടത്ത് നിന്ന് തള്ളി താഴെയിട്ടു. അപ്പോൾ ദൈവം ചിലരെ അഭിഷേകം ചെയ്യും. ആമേൻ. ആ അഭിഷേകം ചെയ്തവരിലൂടെ ഈ ഇസബേലിയ മണ്ഡലം, നിന്നെ ഭയപ്പെടുത്തി ഒതുക്കുന്ന, നിന്റെ തലമുറകളെ, നിന്റെ കുടുംബത്തെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ ഇസബേലിയ മണ്ഡലത്തെ തകർക്കുവാനായിട്ട് കഴിയും. ആമേൻ. സ്തോത്രം. തിരിച്ചറിയണം, ആ സമയത്ത് അവിടെ ഏലീശായുണ്ട്. ഏലീശ അല്ല, സ്തോത്രം, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ആ സമയത്ത് ഏലീശായുണ്ട്, ഹാസായേലുണ്ട്. ഇവർ 3 പേരെയാണ് ഏലിയാവ് അഭിഷേകം ചെയ്യുന്നത്. ഏലീശ അല്ല, ഹാസായേലല്ല, യേഹു. ചിലരെ ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി ദൈവം നിയോഗിക്കും. അവർക്ക് മാത്രമേ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന കാരണങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ. കാരണം തിരിച്ചറിഞ്ഞ് പറയുമ്പോൾ നീ ഉറപ്പിച്ചോ, അവരെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതെ, ഞങ്ങൾ ആ വിധത്തിൽ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആ ഡിപ്രഷനിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന, നിൻ്റെ തലമുറകളെ, നിൻ്റെ കുടുംബത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ആ സ്പിരിറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ റെഡിയാണോ? ആ ഡിപ്രഷനിലാണെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഈ സ്പിരിറ്റിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു പുറത്തു വരവ് ഉണ്ട്. അപ്പോൾ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായ ഈ വിധത്തിലൊരു വിഷയത്തിന് വേണ്ടി ഉപവസിച്ചൊരു വിടുതൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിന് സാധ്യതയുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ആ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുമിച്ചായിരിക്കുവാനുള്ള അവസരം ദൈവകൃപയാലുണ്ട്. ശുഭയാത്ര യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുമായിട്ട് നമ്മൾ ലൈവിൽ രാവിലെ കാണും. പിന്നെ സഭയുടെ മീറ്റിങ്ങുകളുണ്ട്, അറിയാമല്ലോ. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ്, വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും, ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ, ഈ ജനത്തെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഡിപ്രഷനിലേക്ക്, മരിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് ഇവരെ വലിച്ചു കൊണ്ടുപോകുന്ന, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തി കളയുന്ന ആ സ്പിരിറ്റിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. ആ ഡിപ്രഷൻ്റെ സ്പിരിറ്റ്, ആ ഇസബേലിയ മണ്ഡലം വിട്ടുമാറട്ടെ. രോഗികളാക്കി ഇവരെ ഡിപ്രഷനിലാക്കുന്ന ആ സ്പിരിറ്റ് വിട്ടുമാറട്ടെ. നിരന്തരമായ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. തലമുറകളെ, കുടുംബനാഥന്മാരെ, സഹോദരിമാരെ ഡിപ്രഷനിൽ തളച്ചിടുന്ന വെല്ലുവിളി മാറട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഡിപ്രഷനിൽ തളച്ചിടുന്ന ആ വെല്ലുവിളി മാറട്ടെ. യെസ്, റാധലമ ഷേഖനെ ആ സ്പിരിറ്റ് വിട്ടുമാറട്ടെ. യൗവനക്കാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, വാർദ്ധക്യത്തിലേക്ക് എത്തിയവരിൽ നിന്ന് ആ സ്പിരിറ്റ് വിട്ടുമാറട്ടെ. ശുശ്രൂഷകന്മാരിൽ നിന്ന് ആ സ്പിരിറ്റ് വിട്ടുമാറട്ടെ. ഇസബേലിയ മണ്ഡലം തകർക്കപ്പെടട്ടെ. തൊഴിലിടങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾ മാറിപ്പോകട്ടെ. അത് മുഖാന്തരമുള്ള എല്ലാ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ചിലത് ആഗ്രഹിച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട്, നഷ്ടപ്പെട്ടതുകൊണ്ട് ഡിപ്രഷനിൽ അടിപ്പെട്ടവർ പുറത്തു വരട്ടെ. ഇവർ ഉള്ളവരായി മാറട്ടെ, പ്രാപിക്കട്ടെ. ഇവരുടെ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങളും ജപ്തി നടപടികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കലഹങ്ങളും കലക്കങ്ങളും മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ നിങ്ങൾ ഡിപ്രഷനിലാണോ? കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരങ്ങനെയാണെങ്കിൽ അവരിലേക്ക് മെസ്സേജ് എത്തിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് എല്ലായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.